കവിതാ ദിനം. മഹാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമശാശ്വതീ സമാ യത്ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. വാക്കുകൾക്ക് ആത്മാവുണ്ടോ? ഉണ്ടെങ്കിൽ അത് കവിതയിലാണെന്ന് പറയാം. ഹൃദയത്തിന്റെ താളം, ചിന്തയുടെ ശബ്ദം, അതാണ് കവിത. ഇന്ന് ലോക കവിതാ ദിനം. കവിതയുടെ മഹത്വം ഓർക്കാനും പുതിയ കവിതകൾ സൃഷ്ടിക്കാനും വായനക്കാരനും എഴുത്തുകാരനും ഒന്നിക്കുന്ന ദിനം. കവിതകൾ കാലാതീതമാണ്. ഒരു സമൂഹത്തിന്റെ വികാരങ്ങളും സംസ്കാരവും പ്രതിഷേധങ്ങളും കവിതയിലൂടെ ശാശ്വതമായി രേഖപ്പെടുത്തുന്നു. ഈ ദിനത്തിൽ സ്കൂളുകളും കോളേജുകളും കവിതാ വായനയും കവിതാ രചനയും സംഘടിപ്പിക്കുന്നു. പുതിയ തലമുറയ്ക്ക് കവിതയുടെ സൗന്ദര്യം പരിചയപ്പെടുത്തുന്ന ദിനം. ഇന്ന് ഡിജിറ്റൽ ലോകത്തും കവിതയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. കവിതയ്ക്ക് ഒരാളുടെ മനസ്സിനെ മാറ്റാനും സമൂഹത്തെ സ്വാധീനിക്കാനും കഴിയുന്നു. കവിത ഒരു ഭാഷയല്ല, അത് ഒരു അനുഭവമാണ്. ഓരോ വരിയും ഒരു ഹൃദയത്തിന്റെ യാത്രയാണ്. ഈ ലോക കവിതാ ദിനത്തിൽ നമുക്കും ഒരു കവിത എഴുതാം. കാരണം ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു കവിയുണ്ട്. കവിതയ്ക്ക് ഏറ്റവും നല്ല വിശേഷണം കൊടുത്തത് വില്യം വേർഡ്സ്വർത്ത് ആണ്. പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ്. അനർഗളമായ വികാരത്തിന്റെ കുത്തൊഴുക്കാണ് കവിത. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാവ്യ പാരമ്പര്യം മഹത്തരമാണ്. ആദ്യ കാവ്യമായ രാമായണം രചിച്ച വാത്മീകി മഹർഷിയിൽ നിന്ന് തുടങ്ങുന്ന കാവ്യ പാരമ്പര്യം കാളിദാസൻ, രവീന്ദ്രനാഥ ടാഗോർ, തുളസീദാസ്, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തുടങ്ങി മലയാളത്തിലെത്തുമ്പോൾ എഴുത്തച്ഛനും ചെറുശ്ശേരിയും മേൽപ്പത്തൂരും പൂന്താനവും കുമാരനാശാനും ഉള്ളൂരും പിൻതലമുറക്കാരായ വയലാർ, ONV, അക്കിത്തം, അയ്യപ്പ പണിക്കർ, കുഞ്ഞുണ്ണി മാഷ്, സുഗതകുമാരി, കടമ്മനിട്ട, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സച്ചിദാനന്ദൻ, മധുസൂദനൻ നായർ, മുരുകൻ കാട്ടാക്കട, നാരായണക്കുറുപ്പ്, അങ്ങനെ നീളുന്നു നമ്മുടെ കാവ്യഗരിമ. ഭാഷയുടെ സൗന്ദര്യവും സത്തയും പ്രകടമാക്കുന്നവയാണ് കവിത. ദേശത്തിനും ഭാഷയ്ക്കും അതീതമായി കാലാതിവർത്തിയായി നിലകൊള്ളുന്ന കവിതകൾ ഇനിയും ജനിക്കട്ടെ. മലയാളം മുത്തുപവിഴങ്ങൾ പൊരുത്തൊരു പൊന്നു നൂൽ പോലെ. എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴ